ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസ് ആവാണ്. മാർവൽ ജീസസിന്റെ വരവിന് ഏതാണ്ട് ഒരു 3 ദിവസം കൂടിയുള്ളൂ. ആൻഡ് സിനിമയുടെ റിലീസിന് മുന്നേറ്റ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എക്സ്മെന്റെ ആ ഒരു ഫ്രാഞ്ചൈസിനെ മുഴുവൻ മാർവൽ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു മൂവിയാണ് ആ ഒരു യൂണിവേഴ്സിൽ നിന്നുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയുടെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം MCUലെ ഫസ്റ്റ് R-rated മൂവിയാണ്. കാരണം MCUൽ ഒരിക്കലും ഒരു R-rated മൂവീസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇത് അതിനൊരു തുടക്കം കുറിക്കുകയാണ്. കാരണം ഡെഡ്പൂൾ എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം പരിഗണിച്ചിട്ട് ഒരു തരത്തിൽ നമുക്ക് R-rated മൂവി അല്ലാതെ അത് എടുക്കാൻ പറ്റില്ല. സോ എന്തായിരിക്കും ഈ ഒരു പടത്തിൽ അവർ പുതുതായിട്ട് ഓഫർ ചെയ്യാൻ പോകുന്നത്? ഒരുപാട് സർപ്രൈസിങ് ക്യാമിയോസിന്റെ കുറിച്ചുള്ള റൂമേഴ്സ് നിൽക്കുന്നുണ്ട്. ഈവൻ എലക്ട്ര എന്ന് പറയുന്ന 2003 ഡെയർ ഡെവിളിലത്തെ ഒരു ക്യാരക്ടർ, അതിലത്തെ തന്നെ ബെൻ അഫ്ലെക്കിന്റെ ഡെയർ ഡെവിൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഈ സിനിമയുടെ സെറ്റ്സിൽ വെച്ചിട്ട് ബെൻ അഫ്ലെക്കിനെ ഒക്കെ കാണിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റൂമേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ട്രെയിലറിലുള്ള ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള ചില സീൻസ്, പ്രത്യേകിച്ച് ആ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിലത്തെ കാണുന്ന ഒരു പോർട്ടലിലേക്ക് ചാടുന്ന സീനിലൊക്കെ. സോ എന്തായിരിക്കും അതൊക്കെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പടത്തിൽ എന്തായിരിക്കും അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം. ആൻഡ് അടുത്തായിട്ട് പറയേണ്ടത് സെക്കൻഡ് പാർട്ടിന്റെ ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ലീച്ചിനെയായിരുന്നു തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹം ഓൾറെഡി ദ ഫോൾ ഗായ് എന്ന് പറയുന്ന മൂവി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടാണ് അവസാനം ഷോൺ ലെവിയിലേക്ക് ഒരു മൂവി എത്തുന്നത്. ആൻഡ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഹ്യൂ ജാക്മാന്റെ രണ്ടാം വരവാണ്. അതായത് വോൾവറിന്റെ ആ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം വീണ്ടും വരികയാണ്. 2017 ലോകനിൽ ആ ഒരു ക്യാരക്ടറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് കൊടുത്തിരുന്നത്. സോ ഈ തേർഡ് പാർട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അദ്ദേഹത്തിന് അടുത്ത് ചെയ്യുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു ക്യാരക്ടറിന് കൊടുത്ത എൻഡിങ് അത് ഒരു രീതിയിലും എഫക്ട് ചെയ്യാൻ പാടില്ല ഈ ഒരു മൂവി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലത്തെ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലാവരുത് എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം മൾട്ടിവേഴ്സിൽ വേറെ വേരിയന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. ആൻഡ് ആ ക്ലാസിക് ആയിട്ടുള്ള വോൾവറിൻ സ്യൂട്ടൊക്കെ വെച്ചുകൊണ്ട് കാണുമ്പോൾ നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആണ് ഇവരുടെ ഒരു കോമ്പോന് വേണ്ടിയിട്ട്. ആൻഡ് ഡെഡ്പൂൾ 3 വില്ലനായിട്ട് വരുന്നത് കസാൻഡ്ര നോവയാണ്. കോമിക്സിലൊക്കെ ചാൾസ് എക്സേവിയറിന്റെ പ്രൊഫസർ എക്സിന്റെ സിസ്റ്റർ ക്യാരക്ടറാണ്. സോ ഇതിൽ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുള്ളത്, എങ്ങനെയായിരിക്കും ഒരു ടീമപ്പ് ആവുന്നത് ഈ ഒരു വില്ലൻ ക്യാരക്ടറിനെതിരെ എന്നുള്ളതാണ് കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. ആൻഡ് ഡെഡ്പൂൾ 3 ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഫസ്റ്റിലത്തെ സെക്കൻഡിലത്തെ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിരുന്നു. ഒരു ക്യാരക്ടർ മിസ്സിംഗ് ആയിരുന്നു, TJ മില്ലറിന്റെ വീസ്ലർ എന്ന് പറയുന്ന ക്യാരക്ടർ, ഡെഡ്പൂളിന്റെ ഒരു ഫ്രണ്ട്. അദ്ദേഹം ഈ തേർഡ് പാർട്ടിൽ ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്. കാരണം എന്തോ ഇവർ റിയാൻ റെയ്നോൾഡ്സും അതുപോലെ തന്നെ ആ ഒരു TJ മില്ലറും തമ്മിലുള്ള ചെറിയ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ തേർഡ് പാർട്ടിലേക്ക് അദ്ദേഹം കോർപ്പറേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ഇല്ലാത്തത്. പിന്നീട് ഇഷ്യൂസ് ഒക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായിരുന്നു, അത് ക്ലിയർ ഔട്ട് ചെയ്തെന്ന് അറിഞ്ഞു. ആൻഡ് ഇനി ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ഇപ്പോൾ റയൻ റെയ്നോൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ്പൂൾ ക്യാരക്ടറായിട്ട് മാറില്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു സ്യൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മൂപ്പരായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ എന്താ പറയാ, ഒരു ലൈഫ് കിട്ടിയ പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഒരുപാട് ജോക്സും അല്ലെങ്കിൽ ഒരുപാട് റെഫറൻസസും അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മൊത്തം ഒരുപാട് സർപ്രൈസിങ് സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പടം അവർ ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇപ്പോൾ 2017 ഈ പടം ഫസ്റ്റ് ടൈം റിലീസ് ആവുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യമായിട്ട് ഈ ഒരു പടത്തെ കുറിച്ച് എനിക്ക് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ഈ MCU മൂവീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. എൻ്റെ അന്ന് ഇത് കണ്ടു തുടങ്ങിയ സമയത്താണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകതയും എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് അത്ഭുതമായിട്ട് കണ്ടു തുടങ്ങിയത്. 2018 പടത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് വേറെ ലെവലായി. മൂന്നാം വരവ് അതിനേക്കാളും കിടില എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. ആൻഡ് ഹ്യൂ ജാക്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ 10ാമത്തെ തവണയാണ് വോൾവറിൻ വേഷത്തിൽ ഈ സിനിമയിലേക്ക് എത്തുന്നത്, ഈ ഒരു സിനിമ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ. ആൻഡ് MCUന്റെ 34ാമത്തെ മൂവി കൂടിയാണ് ഇത്. ഈ ഒരു കൊല്ലം ആകെ കൂടിയുള്ള ഒരു MCU സോളോ റിലീസ് ഇത് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡും അതുപോലെ ബ്ലേഡൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ റീഷൂട്ട്സും മറ്റുള്ള കുറെ സ്ട്രൈക്കൊക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് അത് പുഷ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു വർഷം ഈ ഒരു മാർവൽ മൂവി മാത്രമേ റിലീസ് ഉള്ളൂ. പിന്നെ പറയേണ്ടത് MCUന്റെ ഫസ്റ്റത്തെ R-rated മൂവീസും അല്ലെങ്കിൽ 11th R-rated മൂവിയാണ് മറ്റുള്ള അതർ MCU മൂവീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. ഈ MCU ഫ്രാഞ്ചൈസിലില്ലാത്ത മറ്റുള്ള മാർവൽ മൂവീസിനെ കണക്കെടുക്കുമ്പോൾ 11th R-rated മൂവി കൂടിയാണത്. ആൻഡ് ഹ്യൂ ജാക്മാനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് R-rated മൂവിയാണ് ലോകന് ശേഷം അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഈ ഒരു പടത്തിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയും റിവീൽ ചെയ്യാനായിട്ടും വെയിറ്റിംഗ് ആണ്. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ പടത്തെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ആൻഡ് തോട്ട്സ്? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ